ഞാനങ്ങനെ ഇന്ന് ചിക്കൻ ഉണ്ടാക്കാൻ പഠിച്ചു. ഭയങ്കരം തന്നെ. കുറുമ 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 ഇതൊക്കെ സൂപ്പറാണ്. ഇതൊക്കെ എന്ത് പിന്നെ അമ്മയുടെ ഒഫീഷ്യൽ ടേസ്റ്റർ ഞാനാണ്. കൊച്ചിനെ പോലെ നമ്മളിന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയത് ഹലോ ഗായ്സ്, നമ്മളിന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയത്. നമ്മുടെ വീട്ടിൽ എപ്പോൾ ചിക്കൻ കറി വെച്ചാലും അത് സ്പെഷ്യലാണ്. കാരണം അത് അമ്മയാണ് വയ്ക്കണം. അമ്മ ചിക്കൻ കഴിക്കൂല, ചിക്കൻ കഴിച്ചിട്ടില്ല, ചിക്കൻ തൊടൂല. അപ്പം അമ്മ ചിക്കൻ മാത്രമല്ല, ചിക്കൻ, മട്ടൻ, ബീഫ്, മാഗി, പിസ്സ, ബർഗർ, പിന്നെ വലിയ വലിയ മീൻ, അങ്ങനെ അമ്മ ഭയങ്കര സെലക്റ്റീവാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ചിക്കൻ കഴിക്കാത്തയും തൊടാത്തയും അമ്മ എങ്ങനെയാണ് ചിക്കൻ കറി വയ്ക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ചിക്കൻ അപ്പ ഉണ്ടായിരുന്നപ്പോൾ അപ്പയാണ് ക്ലീൻ ചെയ്തുകൊണ്ടത്. ഇപ്പം ഞാനാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ക്ലീൻ ചെയ്യാൻ പോകാം. ഗൈസ്, ഇതിൽ എന്തൊക്കെയാണ് നല്ലത് ഏതൊക്കെയാണ് ചീത്തയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ കണ്ണിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാം ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കളയും, വൃത്തിയില്ലാന്ന് തോന്നുന്നതൊക്കെ. ഇതൊക്കെ എനിക്ക് നല്ലതാണോ കളയേണ്ടതാണോന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷേ ഇത് കാണാൻ ഒരുമാതിരിയാണ്. അപ്പം ഞാൻ ഇതെപ്പോൾ കണ്ടാലും ഇതൊക്കെ എടുത്ത് കളയും. ഇതെവിടെ ഇടാൻ? സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല ഈ ചിക്കൻ കഴിക്കാത്ത അമ്മ എങ്ങനെയാണ് ചിക്കൻ ഉണ്ടാക്കണതെന്നൊന്നും. പക്ഷേ ഇപ്പം ഈ ഇടയ്ക്ക് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ചിക്കൻ ഇങ്ങനെ തൊടാതെ ഇതൊക്കെ ചെയ്യാതെ അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. പിന്നെ അമ്മയുടെ ഒഫീഷ്യൽ ടേസ്റ്റർ ഞാനാണ്. അമ്മ പണ്ട് പോലെ ചിക്കൻ ഉണ്ടാക്കുമ്പം എൻ്റെ അടുത്താണ് ഒന്ന് ചോദിക്കണം അതെന്താ, എരിവുണ്ടോ, ഉപ്പുണ്ടോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ അമ്മ എങ്ങനെയാണ് ഈ തൊടാതെയൊക്കെ ചിക്കൻ ഉണ്ടാക്കണത്. അപ്പം ഞാനും ഇന്ന് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് എങ്ങനെയാണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ ഇതും അമ്മ ഇങ്ങനെ അടിച്ചു തരും. ഞാൻ എന്താ ഇതിലിങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം. എപ്പോഴും അങ്ങനെയാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എത്രയാണ്? ഒരു കണക്കിന്. ഞാനിന്ന് ചിക്കൻ കറി വയ്ക്കാൻ പഠിക്കും. എത്ര മുളക് പൊടിയാണ്? അതും കണക്കിനായിരിക്കും. മല്ലിപ്പൊടിയല്ലേ? മല്ലിയും ചിക്കൻ മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യാം. എൻ്റെ കൈയാണെങ്കിൽ മുറിഞ്ഞിരിക്കും, എനിക്ക് നേരെ ഉള്ളു. ഇനി ഇതൊരു അരമണിക്കൂർ അല്ലേ? എന്നെ കാണിക്കും. 10-15 മിനിറ്റ്, 10-20 മിനിറ്റ്. 10-20 മിനിറ്റ് നമ്മളിതിങ്ങനെ ഈ കൂട്ടൊക്കെ ചേരാനായിട്ട് നമ്മളിത് വയ്ക്കണം. ഇതിന് ഇംഗ്ലീഷിൽ എന്തോ പറയും, എം വെച്ചിട്ട് മാഗ്നറ്റാ, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൂട്ടൊക്കെ ചേരാനായിട്ട് വച്ചിരിക്കണം, അങ്ങനെ പറയാം. ഈ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഉള്ളി അരിഞ്ഞെടുക്കണം, സവാള അരിഞ്ഞെടുക്കണം. സവാള അരിഞ്ഞെടുക്കണം. സവാള അരിഞ്ഞിടണം. പിന്നെ വഴറ്റി എടുക്കണ്ടേ? ഇതൊക്കെ ഇനി അമ്മയുടെ പരിപാടിയാണ്. എൻ്റെ ജോലി ഇതോടെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യാനാണ് എൻ്റെ ജോലി. ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലത്തെ മീൻകറിയും ചപ്പാത്തിയല്ല ദോശയുമാണ്. സവാള വഴട്ടാൻ പോകുന്നു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. സവാള വഴറ്റിയിട്ട് ഇതിനകത്ത് കുറച്ചുകൂടെ പൊടിയൊക്കെ ചേർത്തിട്ട് ചിക്കൻ്റെ അകത്ത് മിക്സ് ചെയ്ത്. ഇത്രേ ഉള്ളൂ ചിക്കൻ കറി. ചിക്കൻ വേവിച്ചിട്ട് ഏതാണ്ട് ഇതാകുമ്പോഴത്തേക്ക് ഇത് നല്ല വഴറ്റി അതിൻ്റെ അകത്തിടും. ഞാൻ അങ്ങനെയാണ് വെക്കണം. ഞാനങ്ങനെ ഇന്ന് ചിക്കൻ ഉണ്ടാക്കാൻ പഠിച്ചു. പക്ഷെ ആദ്യം എന്തൊക്കെ ചെയ്തെന്ന് മറന്നുപോയി. ഒരു പ്രാവശ്യം പോലെ ഉണ്ടാക്കിയ എനിക്ക് ഓർമ്മ നിൽക്കും. ഇനി ഇതിലോട്ട് ഇത് എടുത്തട്ടു അല്ലേ? ഞാൻ ഇത്ര ഈസിയാണെന്ന് അറിഞ്ഞില്ല. ഇനിയാണ് എൻ്റെ റോൾ. ചൂട് ചൂട് ചൂട്. ഉടുപ്പുണ്ടോ?
ഗൈസ് ഈ എന്തോന്ന് ഈ അടുക്കള വന്നിട്ട് ഭയങ്കര ചെറുതായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു, അടുക്കള ചെറുതായി പോയിരുന്നു. പക്ഷേ ഈ അടുക്കളയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം എപ്പോഴും അമ്മ തന്നെ ഇതിൻ്റെ അകത്ത് നിന്നോളും, എനിക്ക് വേറെ പണിയൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മയൊക്കെ ബർഗർ കഴിച്ച് പിന്നെ മാഗി കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നേ. നിരഞ്ജൻ്റെ അമ്മയൊക്കെ ബർഗറൊക്കെ കഴിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് അമ്മമാരൊക്കെ അതൊക്കെ കഴിക്കുമല്ലേ. ഇവിടെ ചേച്ചമ്മ കഴിക്കൂല, അമ്മ കഴിക്കൂല, അമ്മുമ്മ ഇതിൻ്റെ ഭാഗം കാരണം എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അമ്മുമ്മ കഴിക്കൂല, അമ്മ കഴിക്കൂല, ചേച്ചമ്മ കഴിക്കൂല, പിന്നെ അങ്ങനെ എനിക്കറിയുന്നുള്ള ആരും കഴിക്കൂല. അപ്പം എൻ്റെ മനസ്സിലിതെന്ന് വെച്ചാൽ അമ്മമാർ പൊതുവെ ഈ സാധനങ്ങളൊന്നും കഴിക്കൂല എന്നൊക്കെയാണ്. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മുടെ ചിക്കൻ കറി അപ്പോൾ റെഡിയായി. അപ്പോൾ തൊടാതെയും ടേസ്റ്റ് ചെയ്യാതെയൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുമല്ലേ. കഴിച്ചു നോക്കാം ഇനി. അപ്പം ദോശയും ചിക്കൻ കറിയാണ്. കണ്ടില്ലേ, ഒരു പ്രാവശ്യം പോലും അമ്മ ചിക്കൻ തൊട്ടിട്ടുമില്ല, ടേസ്റ്റ് പോലും ചെയ്തിട്ടില്ല. ഇവിടെ ഞാനാണെങ്കിൽ 10 പ്രാവശ്യം ടേസ്റ്റ് ചെയ്തിട്ടും ഞാൻ ഉണ്ടാക്കുന്ന ഉള്ളിക്കറിയൊക്കെ കൊള്ളാം അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? ഉള്ളിക്കറി കൊള്ളാം, പിന്നെ മുട്ടക്കറി, കുറുമ ഒക്കെ സൂപ്പറാണ്. ഞാൻ ഉണ്ടാക്കുമ്പോഴല്ല അതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തേണം. അപ്പോൾ കൊള്ളാം. ബൈ.